2000 ജൂലൈ മാസത്തിൽ നെഞ്ചിന് ലിവർ ട്രാൻസ്പ്ലാന്റ് സർജറിക്ക് വേണ്ടി ലേക്ഷർ ഹോസ്പിറ്റലിൽ പ്രവേശിച്ചതാണ്. അന്ന് സർജറിക്ക് മുന്നേ എല്ലാ ടെസ്റ്റുകളും നടത്തിയിട്ടുണ്ടായിരുന്നു. ആള് മെഡിക്കലി ഫിറ്റ് ആയിട്ടുണ്ട്. ആളിന്റെ എല്ലാ മീൻസ് ഇന്റേണൽ ഓർഗൻസ്, അതുപോലെ ആളിന്റെ വൈറ്റൽസ്, അത് മെഡിക്കലി ആള് ഫിറ്റാണ്. അതിന് ഒരു സർജറി ചെയ്യാൻ പറ്റാത്ത ഒരു പ്രശ്നവും ഇല്ലായിരുന്നു. മെഡിക്കലി ഫിറ്റാണ്. തലേ ദിവസവും നൈറ്റ് അഡ്മിറ്റ് ചെയ്തു. അന്നേരം ഡോക്ടേഴ്സ് വന്ന് നോക്കി, ബി പി, ഷുഗർ എല്ലാം ആള് ഇതുവരെ ഒരു ഹെൽത്ത് ഇഷ്യൂസും ഉള്ളത് എനിക്കറിയില്ലായിരുന്നു. അപ്പൊ ആള് ഓക്കെ ആയിരുന്നു. ദെൻ പിറ്റേ ദിവസം 27-ാം തീയതി 7 മണിക്ക് മോർണിംഗ് 7 o'clock സർജറി തിയേറ്ററിലേക്ക് കയറ്റിയതാണ്. 11 മണിക്കൂർ നീണ്ട സർജറി ആയിരുന്നു. അവൻ വളരെ ഹാപ്പി ആയിട്ട് എന്റെ കൈ പിടിച്ചാണ് സർജറിക്ക് തിയേറ്ററിലേക്ക് കയറിയത്. അതിനുശേഷം അവിടെ നിന്ന് തിയേറ്ററിൽ നിന്ന് എനിക്ക് അപ്ഡേഷൻ കിട്ടിക്കൊണ്ടേയിരുന്നു. സർജറി നടക്കുന്നുണ്ട്, കോംപ്ലിക്കേഷൻസ് ഇല്ല. 11 മണിക്കൂർ നീണ്ട സർജറിയാണ്. നൈറ്റ് ഒരു 7 o'clock ആയപ്പോഴേക്കും എന്നെ വിളിച്ചു പറഞ്ഞു സർജറി സക്സസ്ഫുൾ ആണ്, കോംപ്ലിക്കേഷൻസ് ഇല്ല, എനിക്ക് സുഖമായിട്ടിരിക്കുന്നു എന്ന് പറഞ്ഞു. ദെൻ 8 മണിയായപ്പോഴേക്കും 8:30 കഴിഞ്ഞപ്പോഴേക്കും ഐസിയിലോട്ട് മാറ്റി. എന്നോട് കാണാൻ പറഞ്ഞു. ഞാൻ കണ്ടു. അവൻ എന്നെ കണ്ട് തല പൊട്ടി നോക്കി. കോംപ്ലിക്കേഷൻസ് ഒന്നുമില്ല, നാളെ രാവിലെ കാണാമെന്ന് പറഞ്ഞു. ഞാൻ തോന്നുന്നു പിറ്റേ ദിവസം 10 മണിക്ക് ഡോക്ടർ അഭിഷേക്, ഇത് സർജറി ചെയ്ത ഒരു ടീം എന്ന് പറയുന്ന ഡോക്ടർ അഭിഷേക്, ലിവർ ട്രാൻസ്പ്ലാന്റ് ചെയ്ത് ഡോക്ടർ മോഹൻ മാത്യു, അനസ്തേഷ്യോളജിസ്റ്റ്, ഇവർ രണ്ടുപേരും ഇപ്പോഴും ആ ഹോസ്പിറ്റലിൽ തന്നെയാണ്. ഇവരുടെ ഒരു ടീമാണ് സർജറി നടത്തിയത്. അപ്പോ പുള്ളിക്കാരൻ രാവിലെ എന്നെ റൂമിലേക്ക് വിളിച്ചിട്ട് പറഞ്ഞു, എനിക്ക് കൈയും കാലും അനക്കാൻ പറ്റുന്നില്ല, MRI എടുത്ത് നോക്കണമെന്ന് പറഞ്ഞു. ഒക്കെ അത് ചെയ്യാം എന്ന് പറഞ്ഞു. എന്നിട്ട് ഇവരെ കുറെ ടീം മീറ്റിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് 4 o'clock ആയപ്പോഴേക്കും 4 o'clock എന്നെ വീണ്ടും അവരുടെ റൂമിലേക്ക് ടീം വിളിപ്പിച്ചു. എന്നിട്ട് പറഞ്ഞു, രഞ്ജുവിന് ഒരു സ്ട്രോക്ക് വന്നിട്ടുണ്ട്. ഞങ്ങൾക്ക് ആദ്യമേ സംശയം ഉണ്ടായിരുന്നു, പിന്നെ പറയാത്തത് MRI സ്പൈനൽ കോഡിങ്ങിന് ഒരു സ്ട്രോക്ക് വന്നു. ഞാനാകെ ഷോക്കായി. എന്ത് പറ്റിയ ആള് മെഡിക്കലി ഫിറ്റ് ആയിട്ട് ഒരാളാണല്ലോ സർജറി തിയേറ്ററിലേക്ക് കയറ്റി, പെട്ടെന്ന് എന്താണ് സ്ട്രോക്ക് വന്നു? അങ്ങനെ എന്തെങ്കിലും കോംപ്ലിക്കേഷൻസ് ഉണ്ട് എങ്കിൽ നിങ്ങൾ എന്തുകൊണ്ട് അതിനെ തിയേറ്ററിലേക്ക് കയറ്റി? അൺഫിറ്റ് അടിച്ച് വിട്ടുകൂടായിരുന്നു. അപ്പോ ഡോക്ടർ അഭിഷേക് പറഞ്ഞ എന്താന്ന് വെച്ചാല്, അത് ചില പേഷ്യൻസിന് അങ്ങനെ ഉണ്ടാവും. ചില പേഷ്യൻസിന് എന്തെങ്കിലും പേടിയോ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായി സ്ട്രോക്ക് വരും, അത് മാറും, അത് കുഴപ്പമില്ല, 2 or 3 minutes കൊണ്ട് റെഡിയാവും, സപ്പോർട്ട് നടത്തിയിട്ടേ വിടും എന്നാണ് ഡോക്ടർ അഭിഷേക് എന്നോട് പറഞ്ഞത്. അത് സർജറി നടന്നതിന്റെ പിറ്റേ ദിവസമാണ് നമ്മുടെ മീറ്റിംഗ് ഉണ്ടായത്. ഇത് കഴിഞ്ഞിട്ടിപ്പോ 4-ാമത്തെ വർഷമാവും. ഇതുവരെ എനിക്ക് ഒരേ ബെഡിൽ തന്നെയാണ്. അത് കഴിഞ്ഞിട്ട് ഞാനും അവരുടെ വിശേഷം പിന്നെ നടന്നതൊക്കെ വളരെ ദുരൂഹത നിറഞ്ഞ കാര്യങ്ങളാണ്. ഈ ഒരു സ്ട്രോക്ക് മാത്രമല്ല രഞ്ജുവിന് സംഭവിച്ചത്. ഞാനിത് ഇന്നിപ്പോ എന്നെ ഒരു ചാനൽ ചർച്ചയ്ക്ക് വിളിച്ചപ്പോൾ ഞാനതെല്ലാം റീകോൾ ചെയ്യുകയായിരുന്നു. സ്ട്രോക്ക് മാത്രമല്ല, കുറെ കോംപ്ലിക്കേഷൻസ് ഉണ്ടായിരുന്നു. അസ്തറ്റിക്സ് ഉണ്ടായി, അവന്റെ ഈ ഒരു ലങ്സിൽ വന്നിട്ട് കുറെ പ്രശ്നങ്ങൾ ഉണ്ടായി. പിന്നെ ഒത്തിരി കോംപ്ലിക്കേഷൻസ്, അങ്ങനെ ഫ്ലൂയിഡ് കെട്ടി, അങ്ങനെ ഒത്തിരി പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇത് ഓരോ ദിവസം ഡോക്ടർ അഭിഷേക് എന്നോട് പറയും 10,000 ഒരു മെഡിസിൻ വാങ്ങിക്കണം, 20,000 മേടിക്കണം, 30,000 മെഡിസിൻ മേടിക്കണം എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ പറയും. അപ്പോ അല്ലെങ്കിൽ അങ്ങനെ സംഭവിക്കും. അപ്പൊ ഞാൻ പെട്ടെന്ന് പേടിച്ച് എന്റെ കയ്യിൽ നിന്ന് കാശ് കൊടുക്കും. ഇത് ഒരു മെഡിക്കൽ റെപ്പാണ് കൊണ്ടുവരുന്നത്. അപ്പോ ഡോക്ടറുടെ കോർഡിനേറ്റർ ആണ് എന്നോട് പറയുന്നത്, എഞ്ചിനീയർ സാർ പറഞ്ഞു മെഡിസിൻ 10,000 50,000 വേണമെന്ന് പറയും. അപ്പോൾ ഞാൻ ഒരു മെഡിക്കൽ റെപ്പ് വരും, ഞാൻ ഇതിലേക്ക് കാശ് കൊടുക്കും, മെഡിസിൻ വാങ്ങിക്കാൻ. അങ്ങനെ ഇഞ്ചക്ഷനും മറ്റുമൊക്കെ 1,00,000-ൽ പരം ഞാൻ എന്റെ കയ്യിൽ നിന്ന് കൊടുത്തിട്ടുണ്ട്. വേണ്ടിയിട്ട് എന്നെ കൊണ്ട് മെഡിസിൻസ് ആണ്. ചിലർക്ക് ഇഞ്ചക്ഷൻ എടുക്കും, ചിലർക്ക് അല്ലാതെയാണ്. കുറെ സംഭവങ്ങൾ നടക്കുന്നു. അപ്പൊ ഇപ്പൊ അന്ന് ഞാൻ അവരെ ട്രസ്റ്റ് ചെയ്തു. ഇപ്പൊ ഞാൻ തിരിഞ്ഞു നോക്കത്തൊന്നും എന്നിട്ട് ദുരൂഹത അവിടെ നടന്നിട്ടുണ്ട്, അല്ലെങ്കിൽ ആളിങ്ങനെ ഉണ്ടാവില്ല. അങ്ങനെ കുറെ അധികം പ്രശ്നങ്ങൾ അവിടെ ഉണ്ടായിട്ട് ഇപ്പൊ ഞാൻ റീകോൾ ചെയ്യുമ്പോൾ കംപ്ലീറ്റ് അത് ദുരൂഹതയാണ് അവിടെ നടന്നത്. എന്നിട്ട് അത് കഴിഞ്ഞു. എന്നിട്ടും പിന്നെ അന്നേരം ഫിസിയോതെറാപ്പി ഓരോ ദിവസം ഓരോ ഡോക്ടേഴ്സ് വന്ന് കാണും. ഡോക്ടർ അഭിഷേക് വന്ന് കാണും, ന്യൂറോളജിസ്റ്റ് കാണും. കുഴപ്പമില്ല, യു ബി ഫൈൻ എന്നൊരിതാണ് പറഞ്ഞത്. ഞാൻ അതിനുശേഷം ഞാൻ പേഴ്സണലി അവിടുത്തെ MD ആയ SK അബ്ദുള്ളയെ മീറ്റ് ചെയ്തു. ഞാൻ പുള്ളിനോട് പറഞ്ഞു. അപ്പോ ഡേ ബൈ ഡേ കഴിയുന്നതോറും കണ്ടീഷൻ പോസ്റ്റ് ആവുന്നതല്ല, ഇമ്പ്രൂവ്മെന്റ് ഒന്നും വന്നില്ല. അപ്പൊ ഡോക്ടർ അഭിഷേക് എന്നെ ആശ്വസിക്കും, കുഴപ്പമില്ല, ഞങ്ങളുണ്ട്, റിസൾട്ട് റെഡിയാക്കി തരും. ഞാൻ അബ്ദുള്ളയെ പോയി കണ്ടു. MD
കെ അബ്ദുള്ളനെ കണ്ടു. ഞാൻ ചോദിച്ചു, സർ എന്താണ് ഈ സംഭവിച്ചത്, ഞാൻ ഇങ്ങനെയാണോ നിങ്ങളുടെ അടുത്ത് കൊണ്ടുവന്നത്, നടന്നു വന്ന രഞ്ജുവാണ്, നിങ്ങളുടെ അവിടെ CCTV ക്യാമറ, ഇപ്പൊ എന്തുകൊണ്ട് ഇങ്ങനെ വന്നു, പക്ഷെ റീസൺ ബിഹൈൻഡ് ഇറ്റ്, എനിക്ക് ഇതിന്റെ റീസൺ അറിയണം, അതുപോലെ എന്നെ കൊണ്ടുവന്ന ആളിന് ഇതുപോലെ എനിക്ക് തിരിച്ചു തരണം, ഇല്ലെങ്കിൽ നിങ്ങളെ ഞാൻ വെറുതെ വിടാന്ന് പറഞ്ഞിട്ട് ഞാനിവിടെ നന്നായിട്ട് ഫൈറ്റ് ചെയ്തു. കെ അബ്ദുള്ളയോട് സംസാരിച്ചിട്ടുണ്ട്. അതുകൂടാതെ എന്താ ഡോക്ടേഴ്സിന്റെ ടീം, ഇവരുടെ എന്താ പറയാ ഡോക്ടർ അഭിഷേക് യാദവ്, ഇവരോടൊക്കെ ഞാൻ സംസാരിച്ചു. ഞാൻ മാക്സിമം ഫൈറ്റ് ചെയ്തു.